ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച വാഗ്ദാനങ്ങൾ എത്ര കണ്ട് നിറവേറ്റി എന്നറിയാനുള്ള അവകാശം ജനങ്ങൾക്കുള്ളതാണ്. ആ അവകാശമാണ് ഇവിടെ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ സ്ഥാപിക്കപ്പെട്ടത്. 2016 ശേഷം 17 മുതൽ ആ സർക്കാരിൻ്റെ 5 വർഷക്കാലവും കൃത്യമായി ഈ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായി വിലയിരുത്താനുള്ള അവസരമാണ് ജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. 600 വാഗ്ദാനങ്ങളിൽ വിരലിലെണ്ണാവുന്നവയൊഴിച്ച് ബാക്കിയെല്ലാം പൂർത്തിയാക്കിയൊരു സർക്കാരായി 2016 LDF സർക്കാർ മാറി എന്നതാണ് ജനങ്ങൾക്കിതിലൂടെ അനുഭവപ്പെട്ട കാര്യം. മറ്റു പല കാരണങ്ങളും ചിലരെല്ലാം ചാർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും LDF സർക്കാർ ജനങ്ങൾ തിരഞ്ഞെടുക്കാനിടയായത് പ്രധാനമായും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഭരണരംഗം ജനങ്ങൾ ആഗ്രഹിക്കും വിധം ഉയർത്തിക്കൊണ്ടുവരാൻ ആ സർക്കാരിന് കഴിഞ്ഞു എന്നത് തന്നെയാണ് കേരളത്തിൻ്റെ അതേവരെയുള്ള ചരിത്രം തിരുത്തിക്കൊണ്ട് ഒരു തുടർഭരണം LDFന് സമ്മാനിക്കുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിച്ചത്. ഇത് നാം മറ്റൊരു രീതിയിൽ പരിശോധിച്ചാൽ ഒരുപാട് പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഇടയിലാണ് ആ 5 വർഷക്കാലം LDF സർക്കാർ പ്രവർത്തിച്ചതും ഈ പറയുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതും എന്നത് കാണാൻ കഴിയും. നമ്മുടെ നാട് നേരിടേണ്ടി വന്ന ഒട്ടേറെ ദുരന്തങ്ങൾ പല രൂപത്തിൽ ഒരു ഘട്ടത്തിൽ നമുക്കെല്ലാം വലിയ തോതിൽ പ്രയാസമുണ്ടാക്കിയ പ്രകൃതി ദുരന്തങ്ങൾ ഇത് കേരളത്തെ വലിയ തോതിൽ തകർത്ത് കളയുന്ന മട്ടിലാണ് വന്നത്. നൂറ്റാണ്ടിലെ മഹാപ്രളയം അതിനെ തുറന്നു തന്നെ തൊട്ടടുത്ത വർഷം അതിരൂക്ഷമായ കാലവർഷക്കെടുതി നിപയും മൂക്കിയും ലോകത്തെ ആകെ വിറങ്ങലിപ്പിച്ച നമ്മുടെ നാട് നേരിടേണ്ടി വന്ന മഹാമാരി ഇതെല്ലാം നമ്മുടേതുപോലൊരു സംസ്ഥാനത്തിന് ഒരിഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നതായിരുന്നു. എന്നാൽ നമുക്ക് നമ്മുടെ നാട് മുന്നോട്ട് പോയേ മതിയാകുമായിരുന്നുള്ളൂ.
ആ ഘട്ടം ഓർത്താൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഒരു ദുരന്തഘട്ടത്തിൽ, അതും മഹാദുരന്തഘട്ടത്തിൽ ലഭിക്കേണ്ട സഹായം കൃത്യമായി ലഭിച്ചിരുന്നില്ല എന്ന്. അത്തരം കേന്ദ്രങ്ങൾ, സഹായിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്രങ്ങൾ തീർത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ചതും നാം കണ്ടതാണ്. നിസ്സഹായതയോടെ സാധാരണഗതിയിൽ തളർന്നിരുന്നു പോകേണ്ട ഒരു ഘട്ടം. പക്ഷേ നമ്മുടെ നാട് ഒരുപാട് പ്രത്യേകതയുള്ള നാടാണ്. ആ പ്രത്യേകത ഇതിലെല്ലാം ദൃശ്യമായി. നാം എല്ലാവരും കൂടി തന്നെ ഈ നാടിനെ മുന്നോട്ട് നീക്കുന്നതിന് സഹായിക്കാത്തവരുടെ മുന്നിൽ ഉച്ചസ്ഥിരം ഒരു കാര്യം പ്രഖ്യാപിച്ചു. ഈ ഘട്ടം വലിയ ദുരന്തമാണെങ്കിലും നമ്മൾ തലയിൽ കൈവച്ച് കരഞ്ഞിരിക്കാനല്ല തയ്യാറാകുന്നത്. ഇതിനെ ഞങ്ങൾ അതിജീവിക്കും എന്ന് കേരളം ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചു. ആ അതിജീവനം ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ തോതിൽ പ്രശംസിക്കപ്പെട്ടു. എങ്ങനെ കേരളത്തിന് ഇതേ രീതിയിൽ അതിജീവിക്കാനായി എന്ന് ചോദിക്കുകയുണ്ടായി. ഇന്നത്തെ ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതൻ്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. നമ്മളാരും ഇവിടെ വീണ്ടും ഒരു പ്രളയം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നേരിട്ട ദുരന്തം, ആ ദുരന്തം ശരിയായ രീതിയിൽ അതിജീവിക്കാൻ നമ്മുടെ നാടാകെ ഒറ്റക്കെട്ടായി നിന്നു. അതാണ് നമുക്ക് ലോകത്തിന് നൽകാൻ കഴിഞ്ഞ പാഠം. അത് കേരളത്തിന് മാത്രം കഴിയുന്നതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയാണ്. കാരണം ഈ നാട് ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സോദരത്വേന വാഴുന്ന നാടാണ്. അത്തരമൊരു നാടിന് മാത്രമേ ഭേദചിന്തകളില്ലാതെ ഇത്തരം ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള ശേഷി ആർജിക്കാനാവുകയുള്ളൂ. അതാണ് നാം രാജ്യത്തിനും ലോകത്തിനും ഇതിലൂടെ നൽകിയ പാഠം. പക്ഷേ 2021 ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് പുതിയ ചില അനുഭവങ്ങളാണ് ഉണ്ടായത്. ഈ 21 ശേഷമുള്ള 3 വർഷക്കാലം സർക്കാർ നടത്തിയ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത്. ഞാനതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകമുള്ള
വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ 3 വർഷക്കാലം നാം ഒരു പുതിയ ഘട്ടമാണ് നേരിടേണ്ടി വന്നത്. കേരളം ഒരു നാടെന്ന നിലക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിന് ഫലപ്രദമായ രൂപം കൊടുക്കാനും നാടിനെ ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കാനുമാണ് സർക്കാർ, സംസ്ഥാന സർക്കാർ എന്ന നിലക്ക് തയ്യാറായിട്ടുള്ളത്. അവിടെ ഓരോ ഘട്ടത്തിലും എങ്ങനെയെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിക്കാനാകും, ഇതാണ് നമുക്ക് ഉണ്ടായ, നമ്മെ സഹായിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ അനുഭവം. അത് മറ്റൊരു സംസ്ഥാനത്തിനും ഇതേ രീതിയിൽ, ഇത്രമാത്രം ക്രൂരമായ രീതിയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ നമുക്ക് രാജ്യത്തെ അത്യുന്നത കോടതിയെ സമീപിക്കേണ്ടി വന്നത്. ആ അത്യുന്നത കോടതി പോലും നമ്മുടെ വാദഗതി അംഗീകരിക്കുന്നത് കാണാൻ നമുക്ക് സാധിച്ചു. മാത്രമല്ല, കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കുന്ന നില കോടതിക്ക് ബോധ്യപ്പെട്ടപ്പോൾ കോടതി തന്നെ ചോദിക്കുന്ന നിലയുണ്ടായി. എന്താണിത്? കേരളത്തിന് അർഹതപ്പെട്ടത് കൊടുക്കണ്ടേ? ആദ്യം അത് കൊടുക്കൂ, ബാക്കി കാര്യം പിന്നീട് ചർച്ച ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് അർഹതപ്പെട്ട വിഹിതം തരില്ല എന്ന വാശിയോടെ നിന്ന ആ സമീപനം തിരുത്തിക്കുന്നതിന് കഴിഞ്ഞത്. ഇതൊന്നും സാധാരണ നിലക്ക് ഒരു സംസ്ഥാന സർക്കാരിന് അനുഭവിക്കേണ്ടി വരുന്ന കാര്യമല്ല. നമ്മുടെ നാട് 2016 മുതൽ പ്രകൃതി ദുരന്തങ്ങളാണ് നേരിടേണ്ടി വന്നതെങ്കിൽ അതിനേക്കാളും കടുത്ത രീതിയിൽ നാടിനെ പുറകോട്ടടിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്നത്. കൃത്യമായി ശ്വാസം മുട്ടിക്കുക, സാമ്പത്തികമായി ഞെരുക്കുക, ഉദ്ദേശം ഒന്ന് മാത്രമായിരുന്നു: എങ്ങനെ കേരളത്തിൻ്റെ എല്ലാവരും പുകഴ്ത്തുന്ന പരിപാടികൾ സർക്കാരിന് നിർവഹിക്കാൻ കഴിയും, അതിന് കഴിയാവുന്ന തടസ്സങ്ങൾ സൃഷ്ടിച്ച് അത്തരം കാര്യങ്ങൾ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ നമ്മുടെ അനുഭവം അതിൻ്റെ മുന്നിലെല്ലാം നാം വിറങ്ങലിച്ചു നിന്നതല്ല. നാം നേരത്തെ പ്രഖ്യാപിച്ച് നടപ്പാക്കിയ നമ്മുടെ സഹോദരങ്ങൾ, വീടില്ലാത്തവരെന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ സ്വന്തമായൊരു കൂര മോഹിച്ച് ആ മോഹത്തോടുകൂടി മണ്ണടിഞ്ഞു പോകുന്നവർ, അവർക്ക് സ്വന്തമായൊരു കൂരയുണ്ടാവുക, ഇതാണ് ലൈഫ് മിഷനിലൂടെ നാം ലക്ഷ്യമിട്ടത്. ആ മിഷൻ പ്രവർത്തനത്തിലൂടെ ഇപ്പോൾ 4 ലക്ഷത്തിലധികം വീടുകളാണ് നമ്മുടെ കേരളത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ നാടിൻ്റെ മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. അതേസമയം നമ്മുടെ നാട്ടിൽ പട്ടയം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണ ജനങ്ങൾ ദശാബ്ദങ്ങളായി തന്നെ അവരുടെ കയ്യിൽ ഭൂമിയുണ്ടെങ്കിലും
അതിൻ്റെ അവകാശം അവർക്ക് ലഭിച്ചിട്ടില്ല. 3 ലക്ഷത്തിലധികം പട്ടയങ്ങൾ ഈ കാലയളവിൽ അവർക്ക് ലഭ്യമാക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞുവെന്നതും